പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് രോഗബാധിതരായ രോഗികളിൽ കാണപ്പെടുന്ന ഫേഷ്യൽ ഡീവിയേഷൻ അഥവാ മുഖം ഒരു ഭാഗത്ത് കൂടിപ്പോകുന്നതിന് ആയുർവേദ ശാസ്ത്രത്തിൽ എന്തെല്ലാം ചികിത്സാ രീതികൾ ലഭ്യമാണെന്ന് എന്ന് നമുക്ക് നോക്കാം. ഹായ്, ഐ ആം ഡോക്ടർ ബിഷ്റുൽ ഹാഫി. മനുഷ്യ ശരീരത്തിലെ 7th ക്രൈനിയൽ നെർവായ ഫേഷ്യൽ നെർവിന് തകരാറ് സംഭവിക്കുന്നത് മൂലമാണ് മുഖത്തെ ഒരു ഭാഗത്തെ പേശികൾക്ക് ബലഹീനത സംഭവിക്കുന്നത്. ആയുർവേദത്തിൽ വ്യാധികൾ ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചികിത്സയ്ക്കായി പരിഗണിക്കുമ്പോൾ ഫേഷ്യൽ നെർവിനെയും പേശികളെയും ബലപ്പെടുത്തുന്ന ചികിത്സകളാണ് സാധാരണ നൽകാറുള്ളത്. അഭ്യംഗം അഥവാ ക്ഷീരബല തൈലം പോലത്തെ തൈലങ്ങൾ കൊണ്ട് മസാജ് ചെയ്യുന്നത് ആ ഭാഗത്തെ പേശികളെ ബലപ്പെടുത്തുന്നത്. പതിവിന് വിപരീതമായി മുഖത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് മുകളിലോട്ടാണ് മസാജ് ചെയ്യേണ്ടത്. കൂടാതെ പ്ലാവില സ്വേദം പോലത്തെ സുഡേഷൻ തെറാപ്പികൾ ചെയ്യുന്നത് മൂലം പേശികളിലേക്കുള്ള രക്തപ്രവാഹം ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. മുഖത്തെ പേശികൾ ബലപ്പെടുത്തുന്നതിനുള്ള മറ്റു 2 ചികിത്സാ രീതികളാണ് ഗണ്ടൂഷം അഥവാ ഗാർഗ്ലിംഗ്, ക്ഷീരധൂമം അഥവാ പാൽപ്പുക. അനുയോജ്യമായ തൈലങ്ങൾ കൊണ്ടുള്ള നസ്യപ്രയോഗം അഥവാ നാസാദ്വാരങ്ങളിലുള്ള ഔഷധ പ്രയോഗം, ശിരോവസ്തി അഥവാ തലയിൽ എണ്ണ പിടിച്ചു വെക്കുക, ശിരോബിജു അഥവാ എണ്ണയിൽ മുക്കിയ പഞ്ഞി വെക്കുക തുടങ്ങിയ ചികിത്സകൾ കൊണ്ട് ഫേഷ്യൽ നെർവിനെ ബലപ്പെടുത്താൻ സഹായിക്കുന്നു. ഇതോടൊപ്പം തന്നെ ആ ഭാഗത്തെ കണ്ണിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നേത്രതർപ്പണം, നേത്രസേകം പോലത്തെ നേത്രക്രിയകളും നമുക്ക് നൽകാവുന്നതാണ്. ചികിത്സയുടെ ഭാഗമായി അകത്തോട്ട് കഴിക്കുന്നതിന് വേണ്ടി ധനധനായാദി കഷായം, ക്ഷീരബല 101 ആവർത്തി പോലത്തെ തൈലങ്ങൾ തുടങ്ങിയ ന്യൂറോളജിക്കൽ മെഡിസിനുകളും രോഗികൾക്ക് നൽകാറുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.